നമസ്കാരം, ഞാൻ ശില്പ ഗോവർദ്ധൻ. ഭർത്താവ് ഒരു മെഡിറ്റേഷൻ ക്ലാസ് പഠിക്കാനായിട്ട് പോയി. പക്ഷെ അത് പൂർത്തിയാക്കിയതൊന്നുമില്ല, കുറച്ച് ദിവസമേ പോയുള്ളൂ. പക്ഷേ അദ്ദേഹം വീട്ടിലിരുന്ന് അത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക വെച്ചാൽ, വീട്ടിൽ വേറൊരു ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല, എനിക്ക് അടുക്കളയിൽ മിക്സി ഇടാൻ പറ്റുന്നില്ല, കുട്ടികൾ ഒന്ന് കരയാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും പുള്ളി തിരിച്ചു വന്ന് എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നു. ഇതിനെന്താ ഒരു പരിഹാരം എന്ന് ചോദിച്ച് എന്നെ ഒരു പെൺകുട്ടി വിളിക്കുകയുണ്ടായി. സത്യത്തിൽ ഈ മെഡിറ്റേഷൻ നമ്മൾ ആ ഒരു ക്ലാസ്സിന് പോയിട്ട് പൂർത്തിയാക്കിയില്ല എന്ന പോയിൻ്റ് തന്നെ ഒരു തെറ്റാണ്. നമ്മൾ ശരിക്കും മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിശബ്ദമായിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിശബ്ദമായി ഇരിക്കുക എന്നത് മാത്രമല്ല കേട്ടോ, അതൊരു സെൽഫ് അവെയർനെസ്, നമ്മളെ തന്നെ അറിയാൻ വേണ്ടി, നമ്മുടെ ഉള്ളറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. അല്ലാതെ നമ്മൾ വെറുതെ എല്ലാവരോടും മിണ്ടാതിരിക്കൂ, ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് എല്ലാവരെയും മുൾമുനയിൽ നിർത്തിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമല്ല. അപ്പോൾ അതേ തെറ്റിപ്പോയി അദ്ദേഹത്തിന്. അപ്പോൾ അതിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ആ കോഴ്സ് ചെയ്യാൻ പോയത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഉത്സവ പറമ്പിൽ ഇരുന്ന് വേണമെങ്കിലും മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാനാണ് നോക്കേണ്ടത്. ചുറ്റുപാടും ഉള്ള ശബ്ദങ്ങളെല്ലാം ഇല്ലാണ്ടാക്കാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുക? എല്ലാ ആൾക്കാർക്കും ഇത്രയും നേരം മിണ്ടാതിരിക്കൂ, അല്ലെങ്കിൽ അനങ്ങാതിരിക്കൂ, ശബ്ദം ഒന്നും ഉണ്ടാക്കരുത് എന്ന് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആകെ നിയന്ത്രിക്കാൻ കഴിയുന്നത് നമ്മളെ മാത്രമാണ്. എന്ത് ശബ്ദത്തിന് നടുക്കിരിക്കുകയാണെങ്കിലും നമ്മൾ തീരുമാനിക്കുകയാണ്, എൻ്റെ ഉള്ളിൽ നിശബ്ദമായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇരിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം പൂർത്തിയാക്കിയിട്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ വേറെ ആളുകൾക്കും കൂടി വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരിക്കലും ആയി പോകരുത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ.